എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയുടെ ധ്യാനത്തിൽ എനിക്ക് തോന്നണത് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത് ദൈവ അനുഭവത്തെക്കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, ജപ്തി നടപടി ഒഴിവാകണം, അങ്ങനെ ഒത്തിരിയേറെ സങ്കടം വരുന്ന ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടുകയല്ലേ. കച്ചവടം നടക്കുന്നവർക്ക് ഇപ്പോൾ ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച, ശരിക്കും തോന്നുന്നത് ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയെന്ന് തോന്നണേ നമ്മുടെ വിഷയം പരിഹരിക്കാൻ. ഒരു സെക്കൻഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് 33 കോടി രൂപ കടമുണ്ടെന്നാണ്. 33 കോടി രൂപ കടം. അപ്പോൾ വെള്ളച്ചീട്ടിലാണല്ലേ ഈ കുടുംബ പ്രശ്നങ്ങൾ പറയുന്ന വെള്ളച്ചീട്ടാണ് അല്ലേ. കടവന്നവർ പരീക്ഷക്കാർക്ക് കുങ്കുമ നിറമുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള സീറ്റായിരിക്കും. +1കാർക്ക് +2കാർക്ക് നീല നിറമുള്ള ചീട്ടാണ്. ആ ചീട്ട് കടം പറയാം വിഷയം. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടിലാണ്. വെള്ളച്ചീട്ട് വായിച്ച് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് 33 കോടി രൂപ കടമാണ്. അപ്പോൾ അതുമാത്രം എഴുതിയിട്ടുള്ള എൻ്റെ അടുത്ത് 33 കോടി രൂപ കടം. അപ്പോൾ ഞാനത് ചോദിച്ചു, ഇത് എന്താണിത്, പരിഹാരം എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് നടക്കേണ്ട സ്വാഭാവിക സൊല്യൂഷനാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഡിവൈൻ സൊല്യൂഷനുണ്ട്. അയാൾക്ക് വേണ്ടത് മാനുഷിക സൊല്യൂഷനല്ലേ വേണ്ടത്. അപ്പോൾ അതിന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ചേർന്ന എന്താണ് സൊല്യൂഷനാണ് മനസ്സിലുള്ളതെന്ന് ചോദിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് പറയണ മുമ്പ് നമ്മളത് ചോദിക്കുമല്ലോ. അത് ചിലത് ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അച്ഛാ ഗൾഫിൽ എൻ്റെ ഒരു ഓർഡർ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് 32 കോടി രൂപയുടെ ഓർഡറാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനി വരെ സ്കോഷായിപ്പോയി, അത് കമ്പനി നിലവില്ലാത്ത രീതിയിൽ കമ്പനി ലോക്ക്ഡൗണായി. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഒരു മെയിൽ അയാൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നായിരുന്നു. നിങ്ങളുടെ റിജക്റ്റ്, നിങ്ങൾ ഓർഡർ പ്ലാസ്റ്റിക് എന്തോ ഉണ്ടാക്കി കൊടുക്കണ ജോലിയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അദ്ദേഹം പുതിയ സിസ്റ്റം അനുസരിച്ച് യൂറോപ്യൻ ഓർഡറിന് പറ്റുന്ന രീതിയിലുള്ള പുതിയ യന്ത്രങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഉൽപ്പന്നത്തിൽ മികവുണ്ടാക്കി ഒക്കെ വന്നപ്പോൾ ഓർഡർ പോയി. ഉൽപ്പന്നത്തിൽ മികവ് യൂറോപ്യൻ വിപണി കൊടുക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓർഡർ ഖത്തറിലെ ഓർഡറാണ് പോയിരിക്കുന്നത്. അപ്പോൾ 33 കോടി രൂപ കടമായി. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മളിത് വിഷയം കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അതിന് ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർഡർ പോയെന്നാണ് പറഞ്ഞത്. ആ കമ്പനിയും പോയെന്ന്, നമുക്ക് ഓർഡർ തന്ന കമ്പനിയും പോയെന്നാണ്. അപ്പോൾ ഇത് വന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ അങ്ങനെ പറയും, അവൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം. കാര്യം തിരിച്ചു കൊടുക്കാൻ വല്ല മാർഗമുണ്ട്. കമ്പനി തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഓർഡർ എങ്ങനെ തിരിച്ചു കൊടുക്കണത്? പക്ഷെ നമുക്കറിയാം ആരോടാണ് നമ്മൾ പറയണതെന്നത് നമുക്കറിയാം, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിയാം. ഇങ്ങനെ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം. എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ആരോടാണ് പറയണത്, എന്താണ് പറയണത്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകണം. ഇനി പറയണ രീതിക്ക് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും എൻ്റെ മക്കളുണ്ടാക്കിയെടുക്കേണ്ടത് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിഷയവുമായിട്ട് നമുക്ക് പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ റിലേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്തുമായിട്ടാണ്? നിങ്ങളുടെ വിഷയം, ജോലി പോയെന്ന ആ വിഷയവുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്.
അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, എഴുതിയെല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. അയ്യോ തെറ്റാണല്ല ഇതിൻ്റെ റിസൾട്ട് എന്ത് കുളമാകുമല്ലോ. അപ്പോൾ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഇതൊരു പാരഡൈം ഷിഫ്റ്റിൽ വരണം, നേരെ തിരിച്ച് വരണം. യുക്കട്ടെടുത്ത് വരിക എന്ന് പറയില്ല, അതുപോലെ എന്താണ് വിഷയവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ് ദൈവവുമായിട്ട് ബന്ധം. ഉടമ്പടിയിലെ ഫോർമുല എല്ലാം നിങ്ങളെ ദൈവവുമായിട്ട് പേഴ്സണൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുലയാണ് ഉള്ളത്. വിഷയവുമായി ബന്ധപ്പെടുത്തുന്ന ഫോർമുല ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ മൈൽഡ് പ്രാർത്ഥനകളാണ്. അല്ലാതെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കി സ്തുതിച്ച് പറച്ച് തല്ലി വീഴണ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഉടമ്പടി പ്രാർത്ഥനകളില്ല. എന്നാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. കാര്യം ആ ഒരു സ്ഥലമല്ല ഇത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കുക, നിങ്ങളൊക്കെ കേട്ട് സ്തുതിച്ച് വിറച്ച് തല്ലി വീഴണമെന്ന്. ഇവിടെ വീഴാൻ സമ്മതിക്കുക. വീണ് കഴിഞ്ഞാൽ അപ്പം അത് പൊക്കിക്കൊണ്ട് വെള്ളം കൊടുക്കുക, അതിനേ ഉള്ളൂ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻസ് ദൈവവുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അത് ദൈവത്തിന് തോന്നണം സത്യസന്ധമാണെന്ന്. നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പോരാ, ദൈവത്തിന് തോന്നണം ഈ റിലേഷൻ സത്യസന്ധമാണെന്ന് തോന്നണം. കാര്യം ഇവിടെ പ്രോബ്ലം എപ്പോഴും വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയണത്, എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവം കാണിക്കും. കൃപാസന ഒരു ആധ്യാത്മികമായ കളരി എന്ന രീതിയിൽ അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമായിട്ടൊരു ഇൻട്രാക്ഷൻ സാധിക്കേണ്ടത് എങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം വന്നാൽ നമ്മളുടെ കയ്യിൽ അസ്ഥിഭദ്രത പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവിടെ നിൽക്കി ഇന്ന് അളിയൻ വരും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബന്ധുക്കൾ വരും, സ്വന്തം അത് ഇന്നിവിടെ നിൽക്ക്, നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാമല്ല ഉടമ്പടി ധ്യാനത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് തെച്ച് വിചാരിച്ചോ. വീട്ടിൽ ഉള്ളവർ പിടിച്ചു നിർത്തും. അവരുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും. അത് ദൈവികമായ ഉദ്ദേശമായിരിക്കത്തില്ല, മാനുഷികവും കുടുംബപരമായ ഉദ്ദേശമൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി ദൈവത്തിനടുത്ത് വരികയും അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട്. ഇനി എന്താ കാര്യം, നിങ്ങൾക്ക് അവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് സമ്മർദ്ദം ഉണ്ടായിട്ടും നിങ്ങൾ അവിടെ നിന്ന് വന്ന് ദൈവവചനത്തെ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പേരിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്ത തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചെന്ന് വരും. തന്തമാർ തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിക്കണ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ കേട്ട് അതൊക്കെ അക്കൗണ്ടിലാക്കി വീണ്ടും ഒരു പോയിൻ്റ് ഉണ്ടാക്കും. നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഇതൊരു യുദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത് ദൈവവുമായിട്ട് ഒരു പ്രേസൻ. എന്താണെന്നറിയാമോ, ദൈവത്തിന് ഒരു പ്രശ്നമുണ്ട് വെച്ചാൽ, ദൈവം എന്തെങ്കിലും ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവം റിപ്പോർട്ട് അപ്പോൾ മാത്രമേ പേഴ്സണൽ റിപ്പോർട്ട് പറയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ പേഴ്സണൽ ദൈവം എന്താ എഴുതി വച്ചിരിക്കണമെന്ന് കാണിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ടായി, നിങ്ങളൊരു ക്രൂഷ്യൽ ഇഷ്യൂലായി, നിങ്ങൾക്ക് ദൈവത്തെ വിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവം നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെയാണ് ക്രൂഷ്യൽ ഇഷ്യൂ എന്ന് പറയണത്. ഞാൻ ഈ ഇടയ്ക്ക് ഈ ക്രൂഷ്യൽ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോഴേ വല്യപ്പന്മാരൊക്കെ എന്നെ രൂക്ഷമായി നോക്കുന്നത്, വല്ല തെറിവല്ലോ ആയിരിക്കും അത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വലിയ പ്രശ്നം ഉണ്ടായി വരുമ്പോഴേ അത് ദൈവം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഒരു എഡ്ജിലാണ്, അറ്റത്താണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഉടനെ പേഴ്സണൽ ഡയറി കാണിക്കും. നമ്മൾ അവിടെയാണ് പ്രശ്നം. നമ്മളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കണ കാണിക്കും. കാര്യം പല സമയത്ത് നമ്മൾ ദൈവത്തിന് പണി കൊടുത്തിട്ടുണ്ട് തിരിച്ച്. നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയും നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയും അഭിരുചിക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിൻ്റെ മറന്ന് വേറെ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്ത് പോയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മോസസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ദൈവം പറഞ്ഞു, മോസസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട,
ഐ നോ ഹിം എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത് പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 33:17. ഇത് കേട്ടെ. പുറപ്പാട് 33:17 എന്താ പറയണേ? കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇതാണ് പ്രശ്നം. നീ എൻ്റെ പ്രീതി നേടുക എന്ന് മരപ്പെട്ടിക്കും പറ്റും. പക്ഷേ അവസാനം പറഞ്ഞത് ഇത്തിരി പെസകാണ്. എന്താണ്? നിന്നെ എനിക്ക് ഫോർ ഗുഡ് ഓർ ബാഡ്, നന്നായിട്ടായാലും മോശമായിട്ടായാലും ഐ നോ യു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നന്നായിട്ടായാലും മോശമായിട്ടായാലും എനിക്ക് നിന്നെ അറിയാം. അപ്പം മോസസിനെ കുറിച്ച് അറിയാവുന്നത് നന്നായിട്ടാണ്. അതാ വിഷയം. നന്നായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ മക്കളെ, ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയും. പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റാണ്. അതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ വിഷയത്തിനല്ല പ്രാധാന്യം. പിന്നെ എന്താണ്? ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിനാണ് പ്രാധാന്യം. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണേ. മോസസ് ഈ കണ്ട ജനങ്ങളെ മുഴുവനും ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോഴും ആ മനുഷ്യന് ദൈവത്തോട് മാത്രമായിരുന്നു കൂറ്, ജനങ്ങളോടുള്ള കൂറ്, ദൈവത്തോടെ കൂറ്. അതുകൊണ്ടാണ് ദൈവം പറയണത്, ഒരിക്കൽ മോസസ് സീനായ മലമുകളിലേക്ക് പോയി, പിന്നെ കാണാണ്ടായി. 5-6 ദിവസത്തെക്കുറിച്ച് മോസസിനെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ. അപ്പം കുറേ ജനങ്ങൾ പറഞ്ഞ്, ജനങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും പ്രതിപക്ഷം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം. കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം. ദൈവത്തിൻ്റെ ഭരണകക്ഷ്യം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം ഉണ്ടാകും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, കെട്ടിയെടുത്ത് ആലപ്പുഴ പോയില്ല, എന്നിട്ട് ഉണ്ടാക്കിയ ഇവിടെ ചോദിക്കൂ, എടി ഞാൻ വേല എടുത്തിട്ടാണ് കഞ്ഞി വെക്കുന്നത്, അല്ലാതെ ഉടമ്പടി എടുത്തിട്ടല്ല. അതാണ് ദൈവത്തിൻ്റെ പ്രതിപക്ഷം. അവനവരോണ്ടാ. അത് എന്തെങ്കിലും ഈടറവ് വരുമ്പോൾ മാത്രമേ അത് ദൈവത്തിൻ്റെ പ്രതിപക്ഷം വരത്തുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ. നീ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഓയൊക്കെ വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല, ഉപദ്രവം ചെയ്യത്തില്ല. പക്ഷേ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എതിരെ സംഭവിച്ചാൽ ഈ പ്രതിപക്ഷം ശക്തി പ്രാപിക്കും. ഉടനെ ആങ്ങളയാകാം, ചിലപ്പോൾ അയൽവാസിയാകാം, അപ്പനാകാം, അമ്മയാകാം, എല്ലാവരും വരും, രംഗത്ത് വരും. അപ്പോൾ അക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ശരിയായിരിക്കുമോ അറിയത്തില്ല എന്ന് പറയരുത്. നിങ്ങൾ സ്റ്റാൻഡ് എടുക്കണം. ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത, ഒത്തുതീർപ്പില്ലാത്ത സ്റ്റാൻഡ് എടുക്കണം. ഇതെല്ലാം പോയിൻറ്റ്സായിട്ട് മാറും. പോയിൻറ്റ്സായിട്ട് മാറി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും പോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, മക്കളെ വിഷയത്തെ പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട, ദൈവമേ ഞാനും നീയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകാൻ അത് ദൈവാനുഭവത്തിന് വേണ്ടി എന്നെ, മനസ്സിലായില്ലേ? ഉടമ്പടി പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ദൈവാനുഭവം എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഞാനും ദൈവവും തമ്മിലെ സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ദൈവിക അനുഭവത്തിനായി എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മോസസിനോട് ദൈവം എന്താ പറഞ്ഞത്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അതെന്താ അറിവെന്ന് പറയണത്? വല്ലാത്ത ഒരറിവാണ്. ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവ്, അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ ഒരു നിയോഗം എന്ന് പറയണത്. കർത്താവേ എന്നെക്കുറിച്ച് നല്ലതറിയാൻ, നന്നായി അറിയാൻ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിക്കണമേ. അപ്പോൾ ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം ഇതൊക്കെ നിസ്സാരമാണ്. ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ്റെ കാര്യം 33 കോടി രൂപ കടമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്?
നിങ്ങളുടെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? അപ്പോൾ അച്ഛാ അത് കമ്പനി പൂട്ടിപ്പോയി, ഓർഡർ ക്യാൻസലായി, അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും. ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കമ്പനി പൂട്ടിപ്പോയി, ഓർഡർ ക്യാൻസലായി. അത്രയാണ് ഞാൻ പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഖത്തറിൽ നിന്ന് വിളി വന്നു, എന്താണ്, നിങ്ങളുടെ ഓർഡർ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ സമയബന്ധിതമായിട്ട് ഇവിടെ നന്ദി പറയും. ആ മനുഷ്യൻ അപ്പം തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പീഡാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അത്രയും സ്പീഡാണ്. പൂട്ടിയ കമ്പനി വീണ്ടും തുറപ്പിച്ച് നഷ്ടപ്പെട്ട ഓർഡർ തിരിച്ചു കൊടുക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. പക്ഷേ അതല്ല പ്രശ്നം. ഈ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ല ഒരു വിഷയം കഴിഞ്ഞിട്ട് പോയി ഇനി അടുത്ത വിഷയം വരുമ്പോൾ ദൈവത്തോട് ഇടപെടാം. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി, നമ്മൾ സാക്ഷ്യം പറഞ്ഞ് പോയി, ഇനി അടുത്ത വിഷയം, എന്നിട്ട് പിന്നെ ലോകത്താനായിട്ട് ജീവിക്കും. എന്നിട്ട് പിന്നെ അവസാനം പിന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയും, എനിക്ക് നിന്നെ അറിയാം എന്ന് പറയും. നിനക്കെന്താണ് അന്നടങ്ങുന്നവൻ അപ്പൻ. അതാണ് പ്രശ്നം. അത് നീ വിഷയം വെച്ചാണ് നീ എന്നോടത്ത് അടുത്ത് വരണത്. നിനക്ക് ഞാനല്ല പ്രശ്നം, വിഷയമാണ് പ്രശ്നം. വിഷയബന്ധിയാണ്, വ്യക്തിബന്ധിയല്ല. ഉടമ്പടിയിൽ എപ്പോഴും വരണ വിഷയം, ദൈവം ഒരു ഉടമ്പടി നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും ഉടമ്പടിയുടെ ഭാഗമാക്കാൻ കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ്? ദൈവവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് സാഹചര്യത്തിൽ സമ്മർദ്ദം തന്നിട്ട് അത് ഉടമ്പടി വിഷയമാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം. എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എന്തിനു വേണ്ടി സംഭവിക്കുന്നു. അതാണ് സങ്കീർത്തനം നമ്മൾ 103:7 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, മഹത്വം. 103-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞ അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. മോശ വീണ്ടും റഫറൻസിൽ വരാൻ കണ്ട, മോശയും ദൈവവും തമ്മിൽ എന്താ പറയണത്? വഴികളാണ് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത്. പിന്നെ ഉള്ള കക്ഷി ആരാണ്? ജനമാണ്, ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തിന് എന്താ വെളിപ്പെടുത്തുന്നത്? പ്രവർത്തികൾ. എന്ത് നടക്കുന്നു? ജോലി കിട്ടുന്നു, വിവാഹം നടക്കുന്നു, 20 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു, എന്ത് നടക്കുന്നുവെന്നാണ് ജനങ്ങളോട് പറയണത്. പക്ഷേ ദൈവം ഉദ്ദേശിക്കണ ജനങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കാളുപരി മോസസും നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് നീയും ദൈവവും തമ്മിൽ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണ്? പ്രവർത്തികളാണ് ജനത്തിന് വെളിപ്പെടുത്തുന്നത്. മോസസിന് വെളിപ്പെടുത്തുന്നത് എന്താണ്? വഴികളാണ്. എന്തുകൊണ്ട് നടക്കുന്നു? സാധാരണ വഴികൾ. എന്തുകൊണ്ടാണിത് നടക്കുന്നത്? ഈ വിവാഹം എന്താ ഇത്രയും താമസിച്ചത്? നിങ്ങളും ദൈവവുമായിട്ട് അതിൻ്റെ പേരിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടി. എന്താ 20 കൊല്ലം ഉണ്ടാക്കാതിരുന്നിട്ട് ഇവിടെ ആൾക്കാരെ വന്നപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായത്? നീയും ദൈവവും തമ്മിൽ ബന്ധമുണ്ടാകാൻ വേണ്ടി. അതാണ് സംഭവം. അപ്പോൾ പ്രവർത്തികൾ ജനത്തിനാം, വഴികൾ ഇസ്രയേലിനുമാണ്. അപ്പോൾ വഴികൾ മോസസിനുമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഉടമ്പടി ലക്ഷ്യം വഴികൾ വെളിപ്പെടുത്തി കിട്ടണം. നമ്മുടെ ഓരോ കാരണം, ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയില്ല, വീടില്ല, അതെല്ലാം ഉടമ്പടി വഴി കിട്ടുമ്പോൾ അതെല്ലാം പ്രവർത്തികളെ ആകുന്നുള്ളൂ. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്ന പ്രവർത്തികളായിരിക്കും. ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? എന്തിനു വേണ്ടിയാണ്? വഴിയില്ലാത്ത എത്രയോ പേര് ലോകത്തുണ്ട്, മക്കളില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട്, കല്യാണം ഒക്കാത്ത എത്ര പേര് ലോകത്തുണ്ട്, ജോലിയില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട്. ദെൻ വൈ യു? അങ്ങനെ ഒത്തിരി പേര് നിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്നെ മാത്രം എന്തിന് കൃപാസനത്തെ വിളിച്ചു, നിന്നെ മാത്രം എന്തിന് ഉടമ്പടിയുടെ ഭാഗമാക്കി? അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്താ കാര്യം അത്? അതായത് ദൈവത്തിൻ്റെ
വഴിയാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നീയും ദൈവവും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകുകയാണ് ഉദ്ദേശം. ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന 90% ആൾക്കാർക്ക് ഇതറിയത്തില്ല. അവരോർക്കണ പ്രവൃത്തിയാണെന്നാണ് അവർ ഓർക്കണത്. സാക്ഷ്യം പറഞ്ഞ് അവർ മൂടും തട്ടിപ്പോകും. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? ഈ ഒരു പ്രശ്നം വഴി നീയും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടാകണം. മനസ്സിലായോ? അതാണ് ഈ സങ്കീർത്തനം 103:7 എന്താ പറയണത്? ദൈവമായ കർത്താവ് തൻ്റെ പ്രവൃത്തികൾ ഇസ്രായേലിനും വഴികൾ മോശയ്ക്കും വെളിപ്പെടുത്തി. പ്രാർത്ഥിക്കർത്താവ് ദൈവമേ, ഉടമ്പടിയിലൂടെ വഴിയാണ് അങ്ങ് വെളിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി ഞാനും അങ്ങുമായി മോശയെ പോലെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകാൻ ഉടമ്പടിയിലൂടെ എന്നെ വിശേഷ വിധിയായി അഭിഷേകം ചെയ്യണം. അപ്പോഴേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ജനറൽ കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഒരു പേഴ്സണൽ ആൻഡ് പർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് വരണം. ഉടമ്പടിയിൽ വരുന്ന ഒരു പ്രശ്നം, ജനറൽ കാറ്റഗറി ഉണ്ട്, പൊതുവായിട്ട് വരുന്ന ഒരു കൂട്ടം. അത് ജനത്തിൻ്റെ കൂട്ടമാണ്. ഈ ജനത്തിൻ്റെ കൂട്ടം എന്ന് പറയുമ്പോൾ അനുഗ്രഹം എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ കുറഞ്ഞു പോയാൽ അവരുടനെ അവർ തിരിച്ചു പോകും ദൈവത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? അതെപ്പോഴും ജനറൽ കാറ്റഗറിയിലുള്ള എന്താണ്, ഏതെങ്കിലും സമയത്ത് ഒരു മൈനസ് പോയിൻ്റ് വന്നാൽ വിശ്വാസത്തിൽ തെറിച്ചു പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ജനറൽ കാറ്റഗറി വരണത്. പൊതുവായിട്ടുള്ള കാറ്റഗറി. ഈജിപ്തുകാരിൽ നിന്ന് അവരെ കൊണ്ടുവന്നില്ലേ, ചെങ്കടൽ പിളർത്തിക്കൊണ്ടുവന്നതാണ്. എന്നിട്ട് ആ കക്ഷികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കണേ, ഞങ്ങൾക്ക് ഈജിപ്തിലെ ഇറച്ചി ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വായു വെള്ളം ഊറണ്, ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അടിമത്തമാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തിരിച്ചു പോയ ദൈവത്തെ വേണ്ട, ഇറച്ചി ചട്ടി മതിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ. അപ്പം തിരിച്ചു പോകാനുള്ള ആ വിശ്വാസത്തിൽ നിന്ന്, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന്, പകൽ തീത്തൂണും രാത്രി തീത്തൂണും പകൽ മെഘസ്തംഭവുമായി നയിച്ച ദൈവത്തിൻ്റെ പരിപാലനയുടെ ആ ഒരു വളരെ കോഡിലായിട്ടൊരു സോണിൽ നിന്ന് തെറിച്ചു പോകാൻ വേണ്ടി ജഡിക മനുഷ്യന് എപ്പോഴും ഒരു പ്രലോഭനം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രലോഭനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഡേഞ്ചർ സോണിലാണ്, ഇവനെ എപ്പോഴെങ്കിലുമായിട്ട് ദൈവം എലിമിനേറ്റ് ചെയ്തിരിക്കും. ഒരിക്കലും വിശ്വാസത്തിലും തിരിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഏതെങ്കിലും ഭൗതിക സാഹചര്യം ലഭിക്കാതിരിക്കുകയോ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി, നിങ്ങൾ ആഗ്രഹിച്ച പ്രമോഷൻ, നിങ്ങൾ ആഗ്രഹിച്ച പറമ്പ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥന മുടങ്ങുകയോ ഉടമ്പടിയുടെ നിബന്ധനകൾ മുടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ചു പോകുന്ന കൂട്ടത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ, ജനറൽ കാറ്റഗറിയിൽ തിരിച്ചുപോക്കുകാരുടെ കൂട്ടത്തിലിട്ടിരിക്കുകയാണ്. തിരിച്ചുപോക്കുകാരെന്താണ് പറയണത്? അത് അവർ എന്താ പറയണത്? 16 പുറപ്പാട് 13:3 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 16:3. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിന് അടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ അവർ വിശ്വസിക്കണില്ല. മറിച്ച് ഇന്നലെയുള്ള കാലങ്ങളിലെ വിശ്വാസരാഹിത്യത്തിൻ്റെ കാലങ്ങളിൽ ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ ഏത് ബാറിലും അവർക്ക് കയറാൻ പറ്റുമായിരുന്നു. അതാണ് പ്രശ്നം. ദൈവത്തെ മറന്ന് ജീവിച്ച കാലത്തെ ഞായറാഴ്ച തന്നെ അവർക്ക് പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ആ സമയത്തൊക്കെ അവർ വേറെ പല അമ്യൂസ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ തിരിച്ച് വന്നിരിക്കണത് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കിട്ടാനത് താമസിക്കുകയാണെങ്കിൽ തിരിച്ചു പോകണമെന്ന് തോന്നും. ഇതൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ
ദൈവം നിങ്ങൾ ഏതെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മോസസിനോട് പറയും, ജനത്തിനെയും ദൈവത്തിനെ അറിയാം, മോസസിനെയും അറിയാം. ദൈവത്തിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ വിവേചകം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ജനത്തിന് എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ജനത്തിനെ കൊല്ലാനൊന്നും മോസസിനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മോസസ് അത് ചെയ്തിരിക്കും. അതാണ് മോസസ്. ഒരിക്കൽ ദൈവത്തിനെ മറന്നുകൊണ്ട് ജീവിച്ചവൻ, ഏതെങ്കിലും ഭൗതിക സാഹചര്യം കിട്ടിയത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ താമസിച്ചത് കൊണ്ടോ അവൻ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാൽ, ഓർക്കുക, ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും. ഒരു സംശയമില്ല. തിരിച്ചു പോകാൻ ചിന്തിച്ചാൽ മാത്രം മതി. തിരിച്ചു പോകാൻ ചിന്തിച്ചാൽ മാത്രം മതി. ദൈവിക മേഖലയും ദൈവിക കൃപയും ഇന്ന് ഭൗതികമായ നക്കാപ്പിച്ച അനുഗ്രഹത്തിൻ്റെ പേരിൽ അത് കിട്ടിയത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് കുറഞ്ഞു പോയത് കൊണ്ട് പ്രാർത്ഥന മുടക്കാവുന്നോ, ദൈവികമായ ജീവിതത്തിൻ്റെ ആ ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോകാമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ തീരുമാനങ്ങൾ പെട്ടെന്ന് വരും. എന്ത് സംഭവം എന്നറിയാമോ? അത് അറിയണം. എന്തുണ്ടെങ്കിൽ പുറപ്പാട് 32:7 32:7 പുറപ്പാട് 32:7 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 32:7 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു. പെട്ടെന്ന് ഉടമ്പടിയിൽ നിന്ന് പെട്ടെന്ന് പോവുകയാണ് ജനം. സീനായിൽ നിന്ന് ഉടമ്പടി കൊടുത്തതിന് ശേഷം ജനം പെട്ടെന്ന് ഉടമ്പടിയിൽ 6 ദിവസമായിട്ട് മോസസിനെ കണ്ടില്ല. 6 ദിവസമായിട്ട് നമ്മൾ വിചാരിച്ച അനുഗ്രഹങ്ങളിൽ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പെട്ടെന്ന് ഉടമ്പടിയിൽ നിന്ന് പോകും. ആ പെട്ടെന്ന് വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടാ? നമ്മളെ കാണിക്കണ കാട്ടായമാണ് ആ സംഭവം. നീ താഴേക്ക് ചെല്ലുക. ഒന്നുകൂടി വായിച്ചത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞേ. കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം എന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് ഉടമ്പടിയാണ്. ഞാൻ നിർദ്ദേശിച്ച മാർഗം എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉടമ്പടിയിൽ നിന്ന് ജഡിക മനുഷ്യർക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റും. ഉടമ്പടിയുടെ നിബന്ധനകളിൽ നിന്ന് നിനക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റിയാൽ നിന്റെ തല ചോപ്പ് ചെയ്യാൻ സമയമായെന്ന് നടത്താം. എന്നുവെച്ചാൽ ചായ അടിക്കാനല്ല, വെട്ടിക്കളയാൻ. എന്നുവെച്ചാൽ ഞാൻ നിന്നെ ഓഹരിയിൽ നിന്ന് നിന്നെ മാറ്റിക്കളയപ്പോൾ. മോസസ് പിന്നെ പറയുന്ന ഭാഗങ്ങൾ താഴെ ഉണ്ടെന്ന് വായിച്ചേ. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലേ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. പണിപാളി കണ്ട. അതായത് ദൈവം ഇത്രയും പരിപാലിച്ച് ഈ ജനത്തിനെ വാഗ്ദാന നാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ മധ്യത്തിൽ വാഗ്ദാനം പ്രാപിക്കുന്നതിൻ്റെ ഇനി സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴേ ഈ ജനത്തിന് ഉടനെ ജനം പറയണേ, ഒരു ഏതെങ്കിലും ഒരു കാലത്ത്, ഉടമ്പടി കാലത്ത് ഒരു 0 hour ഉണ്ടാകും. ഇത് അപകടം പിടിച്ച സംഭവമാണ്. വിമാനം ഇങ്ങനെ പോയി കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എയർ പോക്കറ്റ് വരത്തില്ലേ, അപ്പോൾ തന്നെ വിമാനം കുത്തിക്കൊണ്ട് വരും താഴേക്ക്. അപ്പോൾ നമ്മളവർക്ക് ഇപ്പോൾ ഇത് താഴേക്ക് വീഴുമെന്ന്, പിന്നെ അത് നേരെയാകും. അപ്പോൾ ഉടമ്പടി കാലത്ത് ഏതെങ്കിലും സമയത്ത് ഉടമ്പടി എടുത്തതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുണ്ടാകും നമുക്ക്. ഉടമ്പടിയിലൂടെ നമ്മൾ പോവുകയാണ്. പക്ഷേ ഏതെങ്കിലും 2 ആഴ്ച, ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായതിനേക്കാൾ ക്ലേശം പിടിച്ച ചില സാഹചര്യങ്ങൾ വരും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്തുള്ളതാണത്. ഇപ്പം നോക്കിയാൽ ഉടമ്പടി ജനമാണ്. മോസസിനെ കാണാനില്ല, ദൈവത്തിനെ കാണാനില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രാർത്ഥനയുടെ ഉത്തരമില്ല, എല്ലാത്തിനും പ്രാർത്ഥിക്കുന്നതിന് ഘടകവിരുദ്ധമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനം എന്താ വിചാരിക്കണത്? ജനം ഉടനെ മനസ്സുകൊണ്ട്, അവരാരും നടന്നു പോകാൻ പറ്റത്തില്ല, പക്ഷെ അവർ മനസ്സുകൊണ്ട് തിരിച്ചുപോയി. എന്താ പറഞ്ഞ? മനസ്സുകൊണ്ട് ഞാൻ തിരിച്ചുപോയി. ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ
എപ്പോഴായാലും അവൻ തിരിച്ചു പോയിരിക്കും. ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ, ഇപ്പം ചില ആൾക്കാർ നോൻപിന് വെള്ളം അവിടെ നിർത്തിയിട്ടില്ലേ, എന്നിട്ട് ഈസ്റ്ററിനെ ഘോഷിക്കാമെന്ന് പറഞ്ഞിരിക്കണില്ലേ? പേപ്പട്ടി, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു സംശയമില്ല, നീ ദൈവത്തെ വഞ്ചിക്കുകയാണ്. നീ തിരിച്ചു പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നോ? നോൻപ് കഴിയുമ്പോൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നോ? എന്നാൽ പിന്നെ ഇപ്പം അടിച്ചു പൊളിക്കാൻ പറ്റില്ല. നീ എന്താ ദൈവത്തെ പറ്റിക്കണേ? അപ്പോൾ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്നവൻ എപ്പോഴായാലും തിരിച്ചു പോയിരിക്കും. ഓർക്കുക, തിരിച്ചു പോകണവൻ പ്രവണത ഉള്ളവൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നെ നിനക്കറിയാവുന്ന തന്നെ എഴുതിയിരിക്കണത്. നിന്നെ എനിക്ക് അറിയാവുന്ന തന്നെ എഴുതിയിരിക്കണത്. ദൈവത്തിന് എഴുതുന്ന ഒരു വാക്കാണത്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്ന വാക്കാണത്. എന്താണ്? നിന്നെ എനിക്കറിയാവുന്ന. വേറെ ഒന്നും എഴുതത്തില്ല, വിശദീകരണമൊന്നുമില്ല. ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ വിശദീകരണം ടക് ടക് ടകാന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷേ എഴുതണ ഇത്രയേ ഉള്ളൂ. എന്താണ്? നിന്നെ എനിക്ക് അറിയാം. അത്ര എഴുത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതല്ല, കുർബാന സ്വീകരിച്ചപ്പോൾ മയങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ ഇടത്തെ കയ്യെ വാച്ച് കെട്ടിയിരിക്കുകയാണ്. ഒരു മഞ്ഞ ഡയലാണ്. അതെനിക്ക് ഡയൽ കാണാം. പെട്ടെന്ന് ഒരു തീ ഇറങ്ങിയിട്ട് മഞ്ഞ ഡയൽ കത്തിപ്പോയി. അപ്പം ഞാൻ ഞെട്ടി ഉണർന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, കടികാരമാണല്ലോ, കയ്യെ കെട്ടിയ കടികാരമാണല്ലോ കത്തിപ്പോയത്. സമയം തീർന്ന, എൻ്റെ സമയം തീർന്നാന്ന് ഞാൻ ചോദിച്ചത്. കർത്താവിനോട് ചോദിക്കാറില്ല, സമയ കടികാരം കത്തിപ്പോയി, അപ്പം എൻ്റെ സമയം തീർന്ന എന്ന് ഞാൻ ചോദിച്ചു. ചോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി വെച്ചാൽ പറഞ്ഞു, കർത്താവേ, അപ്പോൾ എനിക്കൊരു 4 എന്നും പറഞ്ഞ നമ്പർ എൻ്റെ മനസ്സിൽ കാണിച്ചു ഈശോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ 4 ഫിക്സാണ് കേട്ടോ. ഞാൻ വചനം തുറക്കും, ഈ 4 എന്നുള്ള നമ്പര് നീ എനിക്ക് സന്ദേശം തരണമെന്ന് പറഞ്ഞ്. ഞാൻ വചനം തുറക്കും, ഈ 4 എന്നുള്ള നമ്പറിൽ നീ എനിക്ക് സന്ദേശം തരണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും നമുക്ക്. ഇത് ഉടമ്പടിയിൽ വേറൊരു ലോകമാണ്. ഉടനെ ഞാൻ വിശ്വപ്രവാചകനിൽ വചനം തുറന്നപ്പോൾ 2:4. എന്ത്? ലൂക്കായുടെ സുവിശേഷം 2:4. എന്താ പറയണത്? ജോസഫ് എന്ത് ചെയ്ത്? പേരെഴുതിക്കാൻ വേണ്ടി തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചുപോയി. ഗർഭിണിയായ മറിയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, കർത്താവ്, ജീവൻ്റെ പുസ്തകത്തെ പേരെഴുതിക്കാണെങ്കിൽ ജോസഫിൻ്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, എനിക്കത് മതി. അതാണ്. അപ്പോൾ അവർ ഗർഭിണിയാന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അവർ വാഗ്ദാന പേടകമാണെന്ന്. സ്വർഗത്തിലെ അമ്മ വാഗ്ദാന പേടകമാണെന്ന് എന്നോട് തൈക്കാട്ടുശ്ശേരി വെച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, സ്വർഗത്തിൽ ഒരാരെയും കണ്ടു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാടിൻ്റെ പുസ്തകം, വെളിപാടിൻ്റെ പുസ്തകം, വെളിപാട് 11:19. വെളിപാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. പറഞ്ഞ, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അടുത്ത വരി. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞത്, മകനെ, ഈ 2 വരി 2 അധ്യായത്തിൽ കിടക്കുകയാണ്. ഇത് 2 ഒന്നായിരുന്നു. അധ്യായം ഇട്ടവന് വന്ന പെസകാണെന്ന്, അധ്യായം തിരിച്ചവന് വന്ന പെസകാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, അതായത് 11ഉം 12ഉം ആ വചനമെല്ലാം ഒന്നാണ്. അതായത് സ്വർഗത്തിൽ അടയാളം കാണപ്പെട്ടു, വാഗ്ദാന പേടകം കാണപ്പെട്ടു. പിന്നെ ആ വാഗ്ദാന പേടകം ആരാണ്? ഒരു സ്ത്രീയാണെന്ന്, അവൾ ഗർഭിണിയായിരുന്നെന്ന്. അപ്പം അമ്മയാണ് വാഗ്ദാന പേടകം എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദാന പേടകമായ അമ്മയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതാണ് ഉടമ്പടി മാതാവ് എന്ന് പറയുന്നത്. അതിനോട് പറഞ്ഞത്, നിൻ്റെ കാലം എപ്പോൾ എത്തിയാലും നിൻ്റെ കൂടെ അമ്മ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ വരുമെന്നാണ്. ശ്രദ്ധിക്കട്ടെ. കൂടെ സഞ്ചരിക്കുന്ന
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കളെ, നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ സ്വപ്നം കാണുകയും അതിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട നിയോഗം എന്ന് പറയുന്നത് ദൈവാനുഭവമാണ്. ദൈവാനുഭവത്തിന് ഒന്നത്തെ ദൈവാനുഭവം, ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തെ അനുഭവിക്കണം, എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. അങ്ങനെയാണ് നിൻ്റെ മനസ്സെങ്കിലേ ബാക്കിയെല്ലാം എളുപ്പമാകും. നീ അത് അവസാനത്തെ കാരണമായിട്ട് പോലും എഴുതണില്ലല്ലോ. അവസാനം ഒന്നുമില്ലേ, കെട്ടിച്ചു വിട്ട മകളുടെ കാര്യം എഴുതി വെക്കും. കെട്ടിച്ചു വിട്ട മകൾക്ക് എഴുതണ്ടെന്നല്ല കാര്യം, എഴുതാനുള്ള എല്ലാം എഴുതിയെങ്കിലും സ്വന്തം കാര്യം മാത്രമേ എഴുതത്തുള്ളൂ, കുടുംബത്തിലുള്ള കാര്യം മാത്രമേ എഴുതത്തുള്ളൂ. അത് ചില ആൾക്കാർ മാത്രമേ അയൽവാസികളുടെ കാര്യം എഴുതത്തുള്ളൂ. പിന്നെ ഞാനിപ്പോൾ വണ്ടിയും കാശും മുടക്കി ഇടിയും കൊണ്ട് വേർപ്പഴിച്ച് ഇവിടെ പുഴുങ്ങി ഇവിടെ ഇരുന്നിട്ട് നടുകട എഴുതാനാണ് എൻ്റെ കാര്യം നടക്കണ്ട അവിടെ എന്ന് പറയും. അതോടുകൂടി ഉടമ്പടിക്ക് തീരുമാനമാകും. എന്താ കാര്യം? നീ ലോകത്താനാ, നീ ദൈവിക ജീവൻ നിന്നിൽ വസിക്കണില്ല. നീ സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കെട്ടിയെടുത്ത് വണ്ടിയും കയറി ഇവിടെ വന്നിരിക്കുകയാണ്. ആ ദൈവത്തിന് എന്തിനാ പിടികൊടുക്കണ? ദൈവത്തിന് പിടികൊടുക്കരുത്, മറിച്ച് ദൈവം നമ്മളെ പിടിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയുടെ കാലങ്ങളിൽ നെഗറ്റീവ്സ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കാം, തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പൊള്ളണ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊള്ളൻ അനുഭവങ്ങൾ ഉള്ളത് എന്താ വെച്ചാൽ അതിൻ്റെ എലിമിനേഷനിലേക്ക് ഇപ്പോൾ തന്നെ നമ്മളുള്ള സ്മിർനായിലെ സഭ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് എടുത്ത് 3:2 എടുത്ത് 3:2. വെളിപാട് 3:2. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എപ്പോഴും ഉടമ്പടിയിൽ എപ്പോഴും തീയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. എപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്ന് പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നിയോഗം ഇടുന്നത് ഒരു വിഷയം. പക്ഷേ ഉടമ്പടി നടക്കുന്നത് ദൈവത്തിന് പറ്റാത്ത നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവവിരുദ്ധമായ കണങ്ങളെ എപ്പോഴും ഇങ്ങനെ ബേൺ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലേ, അഹങ്കാരമൊക്കെ ഉണ്ടാവില്ല നമ്മളിൽ. അതുകൊണ്ടല്ലേ പത്രം കൊടുപ്പൊക്കെ വെച്ചിരിക്കണം, അതിൻ്റെ പേരിലാണ് വെച്ചിരിക്കണത്. എന്താ കാര്യം? പത്രം കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ദുരഭിമാനം കളഞ്ഞിട്ട് മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി സംഭവങ്ങളായി വെച്ചിട്ടുണ്ടേ, ബേൺ ചെയ്ത് കളയാൻ വേണ്ടി. കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ദുരഭിമാനം, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ ജാതി, നമ്മുടെ വർഗം, നമ്മുടെ തറവാട്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ നിലപാട്, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളില്ലേ. അച്ഛന്മാർ വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി എടുക്കരുതെന്ന് പറയും അച്ഛന്മാരോട്. കാര്യം ഇത് കൂടുതൽ ദുരഭിമാനമുള്ള കക്ഷികളാണ്. എന്താണ് ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഓഹ ഇട്ടുകൊണ്ട് തന്നെ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയും. അല്ല പാൻസിട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കരുതെന്ന് പറയും. ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ ബാധ്യതരാണ്, ഞാൻ പറയാൻ ബാധ്യതരാണ്. കാര്യം ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ സംഭവം. അവരുടെ സ്റ്റാറ്റസ് അവർ കീപ്പ് ചെയ്യും, എപ്പോഴും സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ അച്ഛൻ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. അതുകൊണ്ട് അച്ഛനേക്കാൾ നേരത്തെ വേറെ ആൾക്കാർ ദൈവാനുഗ്രഹം മേടിച്ചിട്ട് പോകും. സ്റ്റാറ്റസിന് ബേൺ ചെയ്ത് കളയേണ്ട സ്ഥാനമാണത്, അത് ബേൺ ചെയ്യേണ്ട കളയേണ്ട കാര്യം. അപ്പം ഞാൻ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കും, ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ശരിക്കും. അപ്പോൾ എന്തിനാണ് ദൈവത്തിനെ പറഞ്ഞ് ദൈവത്തിലേക്ക് ഇവിടെ കൃപാസനത്തിൽ വന്ന് എന്തിനാണ് പണി മേടിക്കണേ? മറിച്ച് മര്യാദയ്ക്ക് എളിമപ്പെട്ടിട്ട് കർത്താവിൻ്റെ കൃപയിൽ സ്റ്റാറ്റസ് നോക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ അച്ഛനാണെന്ന് തന്നെ ഞങ്ങളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ സമയത്ത് ബേൺ ചെയ്യും ഉടമ്പടി. അപ്പം തന്നെ കർത്താവ് ആൻസർ ചെയ്യും. എന്താ കാര്യം? അവൻ സത്യസന്ധനാണ്, അവൻ ആരെയും പറ്റിക്കണില്ല, അവൻ ആരുടെ മുമ്പിലും മുഖം മൂടി അളിയുന്നില്ല, തുണി ഉരുന്നി കളയണില്ല.
അവൻ മര്യാദക്ക് ഉടുപ്പിട്ടുണ്ട്, സഭയുടെ വസ്ത്രം ചുറ്റുകൊണ്ട് തന്നെയാണ് അവൻ ജീവിക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിന് അറിയാം. അപ്പോൾ അതൊരു എളിമപ്പെടലിൻ്റെ ഒരു ഭാഗമാണത്. ഇത് അച്ഛന്മാരുടെ കാര്യത്തിൽ പോലും ഞാൻ ഇത്രയും സീരിയസ് ആണ്. നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അവസ്ഥ അറിയാമല്ല, ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കാര്യം നമ്മൾ ദൈവവുമായിട്ടാണ് ഈ ഉടമ്പടി ചെയ്യണമെന്നുള്ള ബോധം ആദ്യമേ ഉണ്ടാകണം. ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്.